KPCC DCC പുനഃസംഘടന ഓഗസ്റ്റ് ആദ്യവാരത്തോടെ പൂർത്തിയാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. ചർച്ചകൾ അവസാന ലാപ്പിലേക്ക്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുനഃസംഘടനാ ചർച്ചകൾ എന്നും തലവേദനയാണ്. എന്നാൽ ഇപ്പോൾ മാസങ്ങളായി തുടങ്ങിയ ചർച്ച അവസാന ലാപ്പിലേക്ക് എത്തുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. KPCC DCC പുനഃസംഘടനാ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി ആശയവിനിമയം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വർക്കിംഗ് പ്രസിഡന്റ് KP അനിൽകുമാർ, രമേശ് ചെന്നിത്തല എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടന്നത്. പുനഃസംഘടന ഉണ്ടാകുമ്പോൾ DCC അധ്യക്ഷന്മാരിലാകും വലിയ മാറ്റമുണ്ടാകുക എന്നാണ് സൂചന. 9 DCC പ്രസിഡന്റുമാരെ മാറ്റിയേക്കും. പ്രവർത്തന മികവ് പുലർത്തിയവരെ മാറ്റേണ്ടതില്ല എന്ന് തീരുമാനമുണ്ടായതിനാൽ 5 DCC പ്രസിഡന്റുമാർ തുടരും. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരെയാകും നിലനിർത്തുക. ബ്ലോക്ക് തലത്തിലെ പ്രവർത്തനം, ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം എന്നിവയെല്ലാമാണ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ K പ്രവീൺകുമാറിന് ഗുണമായത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പക്വതയോടെ ഇടപെട്ടതാണ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ VS ജോയിക്ക് ഗുണമായത്. യുവനേതാവ്, സമരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാൾ എന്ന ഇമേജ് കൊല്ലം, എറണാകുളം ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഷിയാസിനെ മാറ്റിയേക്കില്ല. തൃശൂരിൽ പുതിയ DCC അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തിട്ട് അധികമായിട്ടില്ല എന്നതിനാൽ അവിടെ മാറ്റമുണ്ടാകില്ല. KPCCയിൽ സമഗ്ര അഴിച്ചുപണി ഉണ്ടായേക്കില്ല. തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിലാണ് വലിയ മാറ്റങ്ങൾ സംഘടനാ തലത്തിൽ വലിയ പ്രശ്നങ്ങളായി മാറുമെന്ന കണക്കൂട്ടലാണ് ഇതിന് കാരണം. അതിനാൽ നിലവിൽ ഭാരവാഹികളായുള്ള ഭൂരിഭാഗം പേരെയും നിലനിർത്താനാണ് തീരുമാനം. പരമാവധി 85 ഭാരവാഹികളെ ഉൾപ്പെടുത്താനാണ് നിലവിൽ ആലോചനകൾ നടക്കുന്നത്. 5 വൈസ് പ്രസിഡന്റുമാരെ നിയമിക്കാനും നീക്കമുണ്ട്. സംസ്ഥാനത്തെ MPമാരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കേണ്ടതിനാൽ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് ആദ്യവാരത്തോടെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് പാർട്ടിയുടെ ശ്രമം.